ഹായ് ഓൾ. സോ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് W.B. യേറ്റ്സിൻ്റെ ഈസ്റ്റർ 1916 എന്നുള്ള ഒരു പോമാണ് പഠിക്കുന്നത്. സോ W.B. യേറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഫേമസ് ഐറിഷ് പോയറ്റാണ്. 20th സെഞ്ച്വറി പോയറ്റാണ് അദ്ദേഹം. അതുപോലെ തന്നെ നാഷണൽ പോയറ്റ് ഓഫ് അയർലൻഡ് എന്നും കൂടിയാണ് അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. സോ ഐറിഷ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഐറിഷ് നാഷണലിസം ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പോംസിൻ്റെ തീം എന്ന് പറയുന്നത്. സോ യേറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഉപനിഷത്സ് നമ്മുടെ ഇന്ത്യയുടെ അതായത് നമ്മുടെ ഭാരതത്തിൻ്റെ ഉപനിഷത്സിൻ്റെ അടുത്തൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു റൈറ്ററാണ്. ആൻഡ് ഇദ്ദേഹമാണ് രവീന്ദ്രനാഥ് ടാഗോറിനെ വെസ്റ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇദ്ദേഹം തന്നെയാണ് നമ്മുടെ ഗീതാഞ്ജലിയുടെ പ്രിഫേസ് എഴുതിയത്. ഓക്കെ, നോബൽ പ്രൈസ് 1923 W.B. യേറ്റ്സിന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് എന്താണ് ഈസ്റ്റർ 1916? ഈസ്റ്റർ 1916 എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പോയം എന്ന് പറയുന്നത് ഒരു റിബല്യൻ നടന്നു അയർലൻഡിൽ ഈസ്റ്റർ ഡേയുടെ അന്ന് 1916 എന്നുള്ള ഇയറിൽ. ആ റിബല്യനിൽ പങ്കെടുത്ത ആളുകളെ ബ്രിട്ടീഷ് ഗവൺമെൻറ് കീഴിലാണല്ലോ അയർലൻഡ്, ബ്രിട്ടീഷുകാർ കൊന്നൊടുക്കി, എക്സിക്യൂട്ട് ചെയ്തു. അതിൻ്റെ ഒരു റിയാക്ഷൻ പോലെയാണ്, അതായത് അതിനെതിരെ ഒരു റിയാക്ഷൻ പോലെയാണ് ഈ ഒരു പോം എഴുതിയിരിക്കുന്നത്. സോ ഈസ്റ്റർ റിബല്യൻ, അതായത് അവിടെ ആ ഒരു ഈസ്റ്റർ ഡേയുടെ അന്ന് ഐറിഷ് നാഷണലിസ്റ്റ് ലീഡേഴ്സ് കുറച്ച് പേര് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അയർലൻഡിനെ റിപ്പബ്ലിക്കായിട്ടങ്ങ് സ്വയം അങ്ങ് ഡിക്ലെയർ ചെയ്തു, ഈവൻ ദോ ദ കൺട്രി വാസ് അണ്ടർ ബ്രിട്ടീഷ് റൂൾ. എന്നിട്ട് ഒരു പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിനെ അവർ തന്നെ, ഈ റിബൽസ് എല്ലാം കൂടെ തന്നെ, അതായത് ഈ ഐറിഷ് നാഷണലിസ്റ്റുകളെല്ലാം കൂടെ തന്നെ ഒരു പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിനെ അവർ തന്നെ എന്ത് ചെയ്തു, അങ്ങ് അപ്പോയിൻറ്റ് ചെയ്തു. അവർ തന്നെ ഒന്ന് ഫോം ചെയ്തു. ഇവരെല്ലാം കൂടി പോസ്റ്റ് ഓഫീസും അതുപോലെയുള്ള പബ്ലിക് ബിൽഡിങ്സും അതുപോലെ ബ്രിട്ടീഷുകാർ റൂൾ ചെയ്തിരുന്ന, അതായത് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ താമസിച്ചിരുന്ന ഡബ്ലിൻ കാസിലും എല്ലാം ഇവർ തന്നെ അങ്ങ് പിടിച്ചെടുത്തു. ഒരാഴ്ചയ്ക്ക് ശേഷം ഈ പ്രൊവിഷണൽ ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്ത ആളുകളെല്ലാം സറണ്ടർ ചെയ്തു. ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ 15 prominent ലീഡേഴ്സ് ഓഫ് ദി റൈസിംഗ് വെർ ട്രൈഡ് ആൻഡ് എക്സിക്യൂട്ടഡ്. ഈ 15 പേരെ എക്സിക്യൂട്ട് ചെയ്ത് കളഞ്ഞു ബ്രിട്ടീഷുകാർ. ഈ ഒരു എക്സിക്യൂഷനകത്ത് നമ്മുടെ W.B. യേറ്റ്സിന് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് ആളുകളുമുണ്ട്, കുറച്ച് ഇഷ്യൂസൊക്കെയുള്ള ആളുകളുമുണ്ട്. സോ അവർക്ക് വേണ്ടിയുള്ള അവർ ഈവൻ ദോ എന്താണ് വയലൻസ് ചൂസ് ചെയ്ത്, അതായത് അവരവരുടെ രാജ്യത്തിന് വേണ്ടിയാണ് മരിച്ചതെങ്കിലും W.B. യേറ്റ്സിന് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഈ ഒരു ആക്ട് ഉണ്ടല്ലോ, അവർ ഈ റിബല്ലി ചെയ്തതും ഈ വയലൻസ് എന്നുള്ള ഈ ഒരു പാത്ത് ചൂസ് ചെയ്തതും ഒക്കെ W.B. യേറ്റ്സിന് വളരെ ദേഷ്യം തോന്നിയൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ അവരിങ്ങനെ ചൂസ് ചെയ്തുകൊണ്ടാണ് അവർ മരണപ്പെടാനായിട്ട് ഒരു ഇത് വന്നത് എന്നുള്ള ദേഷ്യത്തിൽ ശരിക്കും പറഞ്ഞാൽ എഴുതിയ ഒരു പോമാണ് ഈ ഒരു ഈസ്റ്റർ 1916 എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത് എന്താണ്? സാക്രിഫൈസാണ്. ആളുകൾ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നു, അതായത് രാജ്യത്തിന് വേണ്ടി. പക്ഷെ ആ സാക്രിഫൈസിനെ നമ്മുടെ പോയറ്റ് വിളിക്കുന്നത് ടെറബിൾ ബ്യൂട്ടി എന്നാണ്. ടെറബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വളരെ ഒരു ഇച്ചിരി ഒരു ടെറബിളായിട്ടുള്ളൊരു കാര്യം, ഒരു ദാരുണമായിട്ടുള്ളൊരു കാര്യം. കാരണം ഇവരെല്ലാവരെയും കൊന്നൊടുക്കി. പക്ഷെ അത് ബ്യൂട്ടിഫുള്ളും കൂടെ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇവരെല്ലാവരും അവരവരുടെ രാജ്യത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്തു ലൈഫ്സ്. സോ എ ടെറബിൾ ബ്യൂട്ടി ഇസ് ബോൺ എന്നുള്ള ലൈൻ നമ്മുടെ പോയത്തിൻ്റെ റിഫ്രെയിനായിട്ട് വരും. അതായത് എല്ലാ സ്റ്റാൻസായും എൻഡ് ചെയ്യുമ്പോഴും എ ടെറബിൾ ബ്യൂട്ടി ഈസ് ബോൺ എന്നുള്ള ഈ ഒരു ലൈൻ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു. സോ പോയത്തിനകത്തുള്ള റിഫ്രെയിൻ എന്ന് പറയുന്നത് എ ടെറബിൾ ബ്യൂട്ടി ഈസ് ബോൺ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അയർലൻഡിന് ഒരുപാട് ആളുകളെ നഷ്ടപ്പെട്ടു, നാഷണലിസ്റ്റുകളെ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അവരെല്ലാവരും രാജ്യത്തിന് വേണ്ടി പൊരുതി. സോ ഒരു ടെറബിൾ ബ്യൂട്ടി ആയിട്ട് മാറിയിരിക്കുകയാണ് അയർലൻഡ് എന്ന്. ഇനി നമുക്ക് നോക്കാം. ഒരു 4 സ്റ്റാൻസ പോമാണിത്. സ്പീക്കറിൻ്റെ ഒപ്പീനിയനും സ്പീക്കറിൻ്റെ ക്വസ്റ്റ്യൻസുമാണ്. അതായത് ഈ ഈസ്റ്റർ 1916, അതായത് ഈസ്റ്റർ അപ്രൈസിങ്ങിനെ കുറിച്ചുള്ള ഈ ഒരു റിബല്യസ് ആക്ടിനെ കുറിച്ചുള്ള സ്പീക്കറിൻ്റെ കുറേ ക്വസ്റ്റ്യൻസും സ്പീക്കറിൻ്റെ കുറേ ഒപ്പീനിയൻസുമാണ് ഈ ഒരു പോയത്തിനകത്ത് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. സൈമൾട്ടേനിയസ്ലി ഇയാൾ പ്രൈസ് ചെയ്യുന്നുമുണ്ട്, അതുപോലെ തന്നെ ലമെൻറ്റ് ചെയ്യുന്നുമുണ്ട്, അതായത് വിഷമിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു ആക്ടിനെ കുറിച്ച്. അതുപോലെ തന്നെ ആ മരിച്ചുപോയ ആളുകളെ പ്രൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഇമ്പാർഷ്യൽ ആയിട്ടുള്ളൊരു ടോണാണ് ഈ ഒരു സ്പീക്കറിൻ്റെ ടോൺ ഇതിനകത്ത് വരുന്നത്. ആൻഡ് അപ്പോൾ നമുക്കിനി പോയത്തിലോട്ട് കിടക്കാം. ഇതിനകത്ത് വരുന്ന തീംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൊയറ്റിക് ഡിവൈസസ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്.
തീംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോയിസം, ഇമ്മോർട്ടാലിറ്റി ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഇതൊരു കൈൻഡ് ഓഫ് എലിജി കൂടിയാണ്, അതായത് മരിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു അഡ്രസ്സിങ് പോമാണ്. അതുകൊണ്ട് ഇതിനെ എലിജി എന്ന് നമുക്ക് വിളിക്കാം. ഇമ്മോർട്ടാലിറ്റി ആൻഡ് ഹീറോയിസം ആണ് ഇവിടെ അതായത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. ഇതിനൊരു ഇൻട്രൊഡക്ഷൻ പോലെ എഴുതുമ്പോൾ നമുക്ക് എഴുതാൻ സാധിക്കും. ആൻഡ് ഫസ്റ്റ് സ്റ്റാൻസ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഡബ്ലിൻ എന്ന് പറയുന്നത് അയർലൻഡിൻ്റെ ക്യാപിറ്റലാണ് കേട്ടോ. ആ ഡബ്ലിനിലെ എവരിഡേ ലൈഫിനെ കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത്. അതായത് ഒരുപാട് റവല്യൂഷണറീസ് ഈ ഒരു എന്താ പറയുക ഡബ്ലിനിലായിരുന്നു താമസിച്ചിരുന്നത്. അവർ അവരുടെ ലൈഫുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഇവർ ഒരു റിബല്യസ് ആക്ടിലോട്ട് കടന്ന് നീങ്ങിയത്. അങ്ങനെ അവർ മരിക്കാൻ കാരണമായി. സോ ആ ഒരു പഴയ കാലഘട്ടത്തിനെക്കുറിച്ച് എവരുടെ ലൈഫ് ഓഫ് ഡബ്ലിനെ കുറിച്ച് ഇദ്ദേഹം ആലോചിക്കുകയാണ്. ഈ സ്റ്റാൻസ എന്ന് പറയുന്നത് ആ സിറ്റി ലൈഫിൻ്റെ ഡെയിലി ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരുപാട് ആളുകൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്നു, ഗ്രീറ്റ് ചെയ്യുന്നു അല്ലേ. ആൻഡ് സോഷ്യൽ സെറ്റിങ്ങിനെ കുറിച്ചും അവരെല്ലാവരും കുറേ ആളുകൾ ക്ലബ്ബിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു. ഇവരെവിടെ ഈ ഒരു സ്ഥലത്ത് പണ്ട് റവല്യൂഷണറീസും ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് പാസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സ്റ്റാൻസയുടെ അവസാനം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ റിഫ്രെയിൻ നമുക്ക് കാണാൻ സാധിക്കും. റിഫ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എ ടെറിബിൾ ബ്യൂട്ടി ഈസ് ബോൺ. അപ്പോൾ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത് ഡബ്ലിനിലെ ആ ഒരു എവരിഡേ ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് അവിടുത്തെ 18th സെഞ്ച്വറി ഹൗസസിനെ കുറിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ പൊളൈറ്റ് ആയിട്ടുള്ള മീനിങ്ലെസ് വേർഡ്സ്, അതായത് പൊളൈറ്റ് ആയിട്ടുള്ള വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്നു. ആൻഡ് ഒരു ഫ്രണ്ട്സിനെ കാണുമ്പം സംസാരിക്കുന്നു. ഇതൊക്കെയാണ് ആ ഒരു എവരിഡേ ലൈഫിനെ കുറിച്ച് ഇവിടെ പറയുന്നത്. പക്ഷേ ആ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്, എല്ലാം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പകരം ഒരു ടെറിബിൾ ബ്യൂട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കാണുന്നത് അയർലൻഡിൻ്റെ. ആൻഡ് ദെൻ സെക്കൻഡ് സ്റ്റാൻസ എന്ന് പറയുന്നത് ഡേ ടു ഡേ ലൈഫ് ഓഫ് ഡബ്ലിനെ ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു പോയിട്ട്. ഇനി കുറച്ചും കൂടി ഈ ഒരു ഈസ്റ്റർ അപ്രൈസിങ്ങിൽ പങ്കെടുത്ത ആളുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് സെക്കൻഡ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത്. അപ്പോൾ ആദ്യം ഒരു സ്ത്രീയുടെ കാര്യമാണ്, ഒരു ലേഡിയുടെ കാര്യമാണ് പറയുന്നത്. അവർക്ക് സ്വീറ്റ് വോയിസ് ഉണ്ടെന്ന് പറയുന്നു. ആൻഡ് അത് നമ്മുടെ ഇയാൾക്ക് ഇഷ്ടപ്പെട്ട WB യേറ്റ്സിന് ഇഷ്ടമുണ്ടായിരുന്ന മോഡ്ഗോൺ എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്. MAUDGONNE. മോഡ്ഗോണിനെ ഇയാൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ അവർ റിജക്റ്റ് ചെയ്തു. സോ അവരെ വേറൊരാളാണ് കല്യാണം കഴിച്ചത്. സോ അവരുടെ കാര്യമാണ് ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത് മോഡ്ഗോണിനെ കുറിച്ച്. മോഡ്ഗോണിന് വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു വോയിസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് പക്ഷെ അവരെ കല്യാണം കഴിച്ചത് അവർക്ക് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള, അതായത് അവർക്ക് ഒരുപാട് റെപ്യൂട്ടേഷനിലൊക്കെ ജീവിക്കേണ്ട സ്ത്രീയായിരുന്നു. പക്ഷെ അവരെ കല്യാണം കഴിച്ചത് ഒരു മനുഷ്യനായിരുന്നു എന്ന് പറയുവാണ്. ഒരു ഡ്രങ്കൺ വെയിൻ ഗ്ലോറിയസ് ലൗട്ടായിരുന്നു ഇയാളെ അവരെ കല്യാണം കഴിച്ചത്. ദെൻ വീണ്ടും ഈ സ്റ്റാൻസയുടെ ലാസ്റ്റ് പറയുന്നത്? ഒരു ടെറിബിൾ ബ്യൂട്ടി ബോൺ ആവുകയാണ്, അതായത് ബോൺ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അതായത് ഈ ഒരു ഡ്രങ്കൺ വെയിൻ ഗ്ലോറിയസ് ലൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ മോഡ്ഗോണിനെ കല്യാണം കഴിച്ച വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, സോ ആഫ്റ്റർ ദി അപ്രൈസിങ് എല്ലാ ആളുകളും ഈ ഒരു അപ്രൈസിങ് അല്ലെങ്കിൽ ഈ ഒരു എക്സിക്യൂഷന് ശേഷം ഈ ഒരു റിബല്യസ് ആക്ടിന് ശേഷം എല്ലാ ആളുകളും ഭയങ്കര പ്രൗഡായിട്ട് നിന്നൊരു മൊമെൻ്റ് ആയിരുന്നു. പക്ഷേ ആ പ്രൗഡായിട്ടുള്ള മൊമെൻറ്റ് പെട്ടെന്നാണ് വേഴ്സായി മാറിയത്. കാരണം നമുക്ക് ലീഡേഴ്സിനെ റവല്യൂഷണറീസിനെ എല്ലാം പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു. ഓക്കെ, ദെൻ സ്റ്റാൻസ 3 എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഇമേജറിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് സീസൺസിൻ്റെ ആ ഒരു ചേഞ്ചും റിവറിൻ്റെ അതായത് സ്റ്റോൺസ് ഇൻ എ റിവർ, ഹോഴ്സസ്, ബേർഡ്സ് ആൻഡ് ക്ലൗഡ്സ് ഒക്കെയാണ് സ്റ്റാൻസ 3ക്കകത്ത് പറഞ്ഞു പോകുന്നത്. അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഇമേജസ് ആണ് കൂടുതലും പറഞ്ഞു പോകുന്നത്. ക്ലൗഡ്സ് മാറുന്നു, വെള്ളം ഒഴുകുന്നു, സീസൺസ് മാറുന്നു, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രാസ്റ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു പാസ്റ്ററൽ ഇമേജറി മെറ്റഫേഴ്സുമാണ് ഈ ഒരു സ്റ്റാൻസയ്ക്കകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അതായത് കല്ലിനകത്ത് സ്റ്റോൺ ഇൻ എ സ്ട്രീം എന്നിങ്ങനെ പറയുന്നുണ്ട്. സ്റ്റോൺ ഇൻ എ സ്ട്രീം നമ്മുടെ തേർഡ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നുണ്ട്. സ്റ്റോൺ ഇൻ എ സ്ട്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രീമിൻ്റെ നടുക്ക് സ്റ്റോൺ ഉണ്ടെങ്കിൽ അത് വെള്ളത്തിൻ്റെ ഒഴുക്കിനെ കുറച്ചെങ്കിലും ഒന്ന് തടസ്സപ്പെടുത്തും അല്ലേ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആ ഒരു റിബൽസിനെ അല്ലെങ്കിൽ ആ റവല്യൂഷണറി ലീഡേഴ്സിനെയാണ് ഇവിടെ പറയുന്നത്. അവർ പക്ഷേ കല്ലുണ്ടെങ്കിൽ പോലും റിവറിനെ എന്ത് ചെയ്യാൻ പറ്റും? റിവർ ഒഴുകിക്കൊണ്ടേയിരിക്കും. ആ കല്ലിരുന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു ഫ്രിക്ഷനോ അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷൻ പോലുള്ളൊരു സംഭവം കാണും. എന്നാലും
റിവർ അല്ലെങ്കിൽ സ്ട്രീം ഇങ്ങനെ ഒഴുകിക്കൊണ്ട് തന്നെ ഇരിക്കും. സോ അതുപോലെ തന്നെയായിരുന്നു റിബൽസും. അവർക്കൊരു പ്രശ്നം ഉണ്ടായി, ഓക്കെ, അവർ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അവരെന്ത് ചെയ്തു, അവരവരുടെ ആക്ട്, ആ ഒരു റിബല്യസ് ആക്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. ഈവൻ ദോ ഒരുപാട് ഫോഴ്സസ്, അതായത് ഈ ബ്രിട്ടീഷ് ആർമി ആണെങ്കിലും ബ്രിട്ടീഷ് ഗവൺമെൻറ് അവർക്കെതിരെയായിരുന്നെങ്കിൽ പോലും അവരുടെ ജോലി നല്ലപോലെ ചെയ്ത് കഴിഞ്ഞിരുന്നു. ഓക്കെ, ദെൻ ഈ ടെറബിൾ ബ്യൂട്ടി ഈസ് ബോൺ എന്നുള്ള ഈ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഈ ഒരു ലൈൻ എന്ന് പറയുന്നതിനെ നമുക്ക് ഓക്സിമോറൺ എന്നാണ് വിളിക്കുന്നത്. OXYMORON. ഓക്സിമറൺ എന്ന് വെച്ചാൽ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അടുപ്പിച്ചെഴുതിയിരിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ഒറ്റ ലൈനിൽ വരുന്നതിനെയാണ്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഐഡിയാസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫ്രേസസ് ഒരൊറ്റ ലൈനിൽ ഹാപ്പൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓക്സിമറൺ എന്നുള്ള ലിറ്റററി ഡിവൈസിനെ പറയുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രഡിക്ടറി ആയിരിക്കും. ടെറബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ദാരുണമായ, ബ്യൂട്ടി എന്ന് പറയുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് രണ്ട് ഓപ്പോസിങ് ആയിട്ടുള്ള ഐഡിയാസ് ആണ്. പക്ഷേ അവിടെ ആ രണ്ട് ഫ്രേസിനെ ഒരുമിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണിക്കുന്ന എന്താണ്, ആ ഈസ്റ്റർ അപ്രൈസിങ്ങിൽ നടന്ന ഒരു ടെറിബിൾ ആയിട്ടൊരു കാര്യമാണ്. പക്ഷേ ആളുകളുടെ ആ ഒരു സ്ട്രെങ്ത് ഓഫ് ഹാർട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു സാക്രിഫൈസ് ആണ് അതിനെ ബ്യൂട്ടിഫുൾ ആക്കി മാറ്റുന്നത്. അതാണ് ഈ രണ്ടും കൂടെ ഒരുമിച്ചിട്ടേക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തത് സ്റ്റാൻസ 4 ആണ്. സ്റ്റാൻസ 4 എന്ന് പറയുന്നത് ആ ഒരു സ്റ്റോണിൻ്റെ ഇമേജ് വീണ്ടും സ്റ്റാൻസ 4 വരുന്നുണ്ട്. അതായത് സ്റ്റോൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐറിഷ് നാഷണലിസ്റ്റുകളുടെ ഡിറ്റർമിനേഷനെ അല്ലെങ്കിൽ സ്ട്രെങ്ത്തിനെയാണ് കാണിക്കുന്നത്. ഈവൻ ദോ അവർ ഫെയിൽ ചെയ്തെങ്കിൽ പോലും അവർ അത്രയധികം ഡിറ്റർമിനേഷനോട് കൂടിയും ബ്രേവായിട്ടുമാണ് ഇതിനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ റിവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുവാണ് അതിൻ്റെ ഫ്ലോ. സ്റ്റോൺ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും റിവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും അതിൻ്റെ ഒരു ഫ്ലോ അല്ലെങ്കിൽ സ്ട്രീമിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. പക്ഷേ എന്ത് പറ്റി, അവസാനം എന്തായി മാറി, അത് അൺസക്സസ്ഫുൾ ആയിട്ട് തന്നെ മാറിപ്പോയി. പിന്നെ നൈറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, റിലീജിയസ് ലാംഗ്വേജിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഡെത്തിനെ കുറിച്ചും റിയാലിറ്റിയെ കുറിച്ചും ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ പോയിട്ട് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്പീക്കർ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആലോചനയിൽ മുഴുകിയിരിക്കുകയാണ്, ഒരു കണ്ടംപ്ലേറ്റീവ് ആയിട്ടിരിക്കുവാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇത്രയൊക്കെ നഷ്ടപ്പെടുത്തണമായിരുന്നോ, നമുക്ക് എന്ത് കിട്ടി, അല്ലെങ്കിൽ ഈ ഒരു നഷ്ടത്തിലൂടെ നമുക്ക് ലോസ് മാത്രമേ ഉണ്ടായുള്ളൂ, പ്രോഫിറ്റ് എന്തെങ്കിലും കിട്ടിയോ എന്ന് നമ്മുടെ പോയിട്ട് ചോദിക്കുവാണ്. ആൻഡ് ദെൻ പറയുവാണ്, വി നോ ദെയർ ഡ്രീം. അതായത് ഈ മരിച്ച ആളുകളുടെ ഡ്രീം എന്തായിരുന്നു, ഈ അയർലൻഡിനെ ഒരു എന്താ പറയുക, ഒരു ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ഒരു ഫ്രീ കൺട്രി ആക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു ഡ്രീം എന്ന് പറയുന്നത്. അപ്പം വീണ്ടും അവരുടെ ആ ഒരു സാക്രിഫൈസിനെ കുറിച്ചാണ് ഇവിടെ വീണ്ടും ആര് പ്രൊമോട്ട് ചെയ്യുന്നത്, നമ്മുടെ പോയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഈ സ്റ്റാൻസയ്ക്കകത്ത് 4 ഫ്രണ്ട്സിൻ്റെ പേര് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു എക്സിക്യൂഷനിൽ മരിച്ച 15 പേര് മരിച്ചു, അതിൽ 4-5-6 പേര് ഇയാളുടെ ഫ്രണ്ട്സും കൂടിയാണ്. ക്ലോസിംഗ് ആയിട്ടുള്ള ഇതിനകത്ത് വീണ്ടും എന്താണ് പറഞ്ഞേക്കുന്നത്, നമ്മുടെ ഈ ഒരു സ്റ്റാൻസയുടെ ലാസ്റ്റിലും ടെറിബിൾ ബ്യൂട്ടി ഈസ് ബോൺ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. അപ്പം അതുപോലെ തന്നെ ലാസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് സെക്കൻഡ് ലാസ്റ്റ് ലൈനിൽ ഗ്രീൻ കളറിനെ കുറിച്ച് കാണിക്കുന്നുണ്ട്. ഗ്രീൻ കളർ എന്ന് പറയുന്നത് ട്രഡീഷണലി അയർലൻഡിൻ്റെ കളറാണ് ഗ്രീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ്, അതായത് ഈ ഒരു ഗ്രീൻ കളറിലുള്ള കൺട്രി, അതായത് ഈ അയർലൻഡ് എന്നുള്ള കൺട്രി ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. ഈ ഒരു അപ്രൈസിങ്ങിന് ശേഷം, ഇത്ര ആളുകൾ മരിച്ചതിന് ശേഷം ആ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ലോസിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇതാണ് നമ്മുടെ പോം എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള തീംസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഹീറോയിസം എന്ന് പറയുന്നത് ഒരുപാട് പേര്, അതായത് ഐറിഷ് നാഷണലിസ്റ്റുകൾ ഈ രാജ്യത്തിന് വേണ്ടി അവരുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്തു. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഓഫ് ഹീറോയിസത്തിനെ നമ്മുടെ സ്പീക്കർ ഇങ്ങനെ പറയുന്നുണ്ട്. ആരൊക്കെ മരിച്ചു, മരിച്ച ആളുകളെല്ലാവരും ഇമ്മോർട്ടലൈസ്ഡ് ആണ്, പക്ഷേ മരണത്തിലൂടെ അവർക്ക് എന്ത് നേടാൻ സാധിച്ചു എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇതാണ് ഫസ്റ്റ് തീം എന്ന് പറയുന്നത്. പിന്നെ നാച്ചുറൽ വേൾഡിനെ കുറിച്ച് പറയുന്നുണ്ട്, അതായത് നാച്ചുറൽ ഇമേജസ് പറയുന്നുണ്ട്, സ്ട്രീമിൻ്റെ കാര്യവും ഹോഴ്സിൻ്റെ കാര്യവും ബേർഡ്സിൻ്റെ കാര്യവും ക്ലൗഡ്സ് ഒക്കെ മാറുന്നത്, അതായത് സമയം മാറിക്കൊണ്ടിരിക്കുവാണ്, സീസൺസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുവാണ്, ക്ലൗഡ്സ് മാറുന്നു, അതൊക്കെ പറയുന്നുണ്ട്. ഒരു നാച്ചുറൽ ഇമേജറി അല്ലെങ്കിൽ ഒരു പാസ്റ്ററൽ ഇമേജറിയെ കുറിച്ച് ഇവിടെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അതായത് ആളുകളുടെ നേച്ചർ അല്ലെങ്കിൽ ആ ഒരു കൺട്രി പെട്ടെന്ന് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പൊളിറ്റിക്കലി ആണെന്നുണ്ടെങ്കിലും എല്ലാ രീതിയിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു ചേഞ്ചിങ് നേച്ചർ അല്ലെങ്കിൽ ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ രാജ്യം കൂടി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നുള്ളത് സ്പിരിച്വാലിറ്റിയും റിലീജിയനെക്കുറിച്ചും, റിലീജിയസ് ഇമേജറിയൊക്കെ ഇതിനകത്ത് കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈസ്റ്ററിൻ്റെ അന്നാണ് ഈ ഒരു ഇത് ഹാപ്പൻ ചെയ്യുന്നത്. സോ അതൊരു ക്രിസ്ത്യൻ റിലീജിയസ് ഇമേജറി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം.
പിന്നെ കോൺസെപ്റ്റ് ഓഫ് ഡെത്തിനെ കുറിച്ചും ഇവിടെ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിനെ, അതായത് ഈ മരിച്ചുപോയ ആളുകളെ ഇമ്മോർട്ടലൈസ് ചെയ്യുകയാണ് ഈ പോയത്തിലൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ ലൈഫ് ആൻഡ് ഡെത്ത് അല്ലെങ്കിൽ ലൈഫ് ആഫ്റ്റർ ഡെത്ത്, ആ ഒരു ഡെത്തിൻ്റെ ഇമേജസ് എല്ലാം ഇതിനകത്ത് കൂടുതലും വരുന്നുണ്ട്. പിന്നീട് ഇവർ മരിച്ചതാണ്, ഇവർ സാക്രിഫൈസ് ചെയ്തതാണെന്നൊക്കെ പോയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ചില പോയിന്റിലൊക്കെ ഇയാൾ ഇതിനെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ദേഷ്യം വരികയാണ് ചെയ്യുന്നത്. ഇവർ സാക്രിഫൈസ് ചെയ്തിട്ട് ഇവർക്ക് എന്ത് പറ്റി, അതായത് ജീസസ് ക്രൈസ്റ്റും സാക്രിഫൈസ് ചെയ്തതാണ്, ആ ഒരു ഇതുമായിട്ടും കമ്പയർ ചെയ്യുന്നുണ്ട്. ദെൻ സിംബോളിസം എന്ന് പറയുന്നതിനകത്ത് കുറേ യൂസ് ചെയ്തിരിക്കുന്ന സിംബൽസ് എന്ന് പറയുന്ന ഫസ്റ്റ് വൺ സ്റ്റോൺ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റോൺ എന്ന് പറയുമ്പം സ്ട്രീമിൻ്റെ നടുക്ക് സ്റ്റോൺ ഉണ്ടെങ്കിലും സ്ട്രീം എന്ത് ചെയ്യുക, അതിൻ്റെ ഫ്ലോയിൽ അനുസരിച്ച് അത് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇവിടെ സ്റ്റോൺ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ, അതായത് ഈ റെവല്യൂഷണറീസ് എന്ന് പറയുന്ന അത്രയും ഡിറ്റർമൈൻഡ് ആയിട്ട് കല്ല് പോലെ ഉറച്ചു നിന്നവരാണ്. അവർക്ക് അവരുടെ ആ ഒരു ഫ്ലോയ്ക്കെതിരെ ഒരുപാട് ഫോഴ്സസ് വന്നെങ്കിലും അവരെന്ത് ചെയ്തു, പിന്നെ റിബല്യന് സ്റ്റാർട്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചു, ഈവൻ ദോ ഇറ്റ് ഫെയിൽഡ്. പിന്നെ ഗ്രീൻ കളർ എന്ന് പറയുന്നത് അയർലൻഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കളറാണ്, അത് നോക്കുക. ദെൻ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതിനകത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ തീം എന്താണെന്ന് ചോദിക്കാം. തീം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈസ്റ്റർ 1916 അപ്രൈസിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ അയർലൻഡ് ആരായിരുന്നു റൂൾ ചെയ്തുകൊണ്ടിരുന്നത്, ഇവരാർക്കെതിരെയാണ് പിന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിക്കാം. പിന്നെ മോഡ്ഗോണിനെ കല്യാണം കഴിച്ച ആ ഒരു ഡ്രങ്കൺ ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്ന ആളുടെ പേര് ജോൺ മക്ബ്രൈഡ് എന്നാണ്, MACBRIDE. പിന്നെ മോഡ്ഗോണിനെ ഇയാൾ വളരെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു പോയത്തിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റോണിൻ ഇമേജ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റോണിൻ ഇമേജ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ റെവല്യൂഷണറീസിൻ്റെ ഒരു ഡിറ്റർമിനേഷനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്ട്രോങ് വിൽനെസ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെന്താണ് ഇതിനകത്ത് റിഫ്രെയിൻ എന്താണെന്ന് ചോദിക്കും, റിപ്പീറ്റഡ് ലൈൻ ഏതാണെന്ന്. പിന്നെ മീനിങ് ഓഫ് എ ടെറിബിൾ ബ്യൂട്ടി ഈസ് ബോൺ എന്നുള്ളതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിക്കാം. ഇതിനകത്ത് ഏതൊക്കെ ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞു പോകുന്നതെന്നുണ്ട്. ഇതിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ മോഡ്ഗോൺ, ആദ്യത്തെ സ്റ്റാൻസയ്ക്കകത്ത് ഒരു ലേഡിയെക്കുറിച്ച് പറയുന്നത്, അതായത് നമ്മുടെ WB Yeatsന് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു മോഡ്ഗോൺ. അവർ പക്ഷേ റിജക്റ്റ് ചെയ്തു. അവർ പക്ഷേ കല്യാണം കഴിച്ചത് ഒരു ഡ്രങ്കൺ ഒരു പേഴ്സണെ ആയിരുന്നു, ജോൺ മക്ബ്രൈഡ്. അവർ രണ്ടുപേരുടെയും കാര്യം പറയുക. ഈ ജോൺ മക്ബ്രൈഡിനെ ഇയാൾക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ കൗണ്ടസ് മാർക്കിവീസ് എന്ന് പറഞ്ഞൊരാളെയും കൂടി പറയുന്നുണ്ട്. അത് അയാളൊരു നാഷണലിസ്റ്റ് ഫനാറ്റിക് ആയിരുന്നു. അതായത് ഈ നാഷണലിസം എന്ന് പറഞ്ഞ് ഇങ്ങനെ ചാവാനായിട്ട് നടക്കുന്നൊരു വ്യക്തിയായിരുന്നു. പിന്നെ അതിന് ശേഷമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിയേഴ്സ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്, PEARSE. മാക്ഡൊണാഗ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. അവർ ടീച്ചേഴ്സും പോയറ്റ്സുമാണ് ഇവർ രണ്ടുപേരും. മാക്ഡൊണാഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചില്ലായിരുന്നെങ്കിൽ ഒരു ഗ്രേറ്റ് റൈറ്ററായി മാറിയേനെ എന്നാണ് പറഞ്ഞിരുന്നത്. മാക്ബ്രൈഡ് ഒരു ഡ്രങ്കേർഡ് ആയിരുന്നു. മാക്ബ്രൈഡ് ഒരുപാട് മോഡ്ഗോൺ എന്നുള്ള ഇയാളുടെ ലവറിനെ ഒരുപാട് വേദനിപ്പിച്ചു എന്നൊക്കെയാണ് നമ്മുടെ WB Yeats പറയുന്നത്. നാലാമത്തെ ലീഡർ എന്ന് പറയുന്നത് കൊണോളി, CONNOLLY. അദ്ദേഹം എന്ന് പറയുന്നത്, ഇവരെല്ലാവരും ഓർഡിനറി മെൻ ആൻഡ് വിമൺ ആയിരുന്നു. പക്ഷേ നാഷണലിസത്തിന് വേണ്ടി ഇവരെല്ലാം മാർട്ടിയേഴ്സായിട്ട് മാറിയതാണ്. ഇപ്പോൾ കൗണ്ടസ് മാർക്കിവീസ് ഉണ്ട്, MARKIEWIEZ. അതുപോലെ തന്നെ പിയേഴ്സ്, PEARSE, അയാൾ ടീച്ചറാണ്. മക്ഡൊണാഗ്, MACDONAGH, അയാൾ പോയറ്റാണ്. പിന്നെ മാക്ബ്രൈഡിൻ്റെ കാര്യം പറയണം. അതുപോലെ തന്നെ കൊണോളി, CONNOLLY, അയാളും ഒരു ലീഡറായിരുന്നു. ദെൻ ഈ ഒരു പോയത്തിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പോയറ്റ് ഫനാറ്റിസത്തിനെതിരെയും കൂടി പറയുന്നുണ്ട്. ഫനാറ്റിസിസം, FANATICISM. അതായത് ഈ ഒരു റിബല്യൻ നടത്തിയ ഹീറോസ് അല്ലെങ്കിൽ ഈ ഒരു റെവല്യൂഷണറി ലീഡേഴ്സ് എല്ലാവരും ഫനാറ്റിക്സ് ആയിരുന്നു. അതായത് അവരിങ്ങനെ ഉറച്ച ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് എക്സ്ട്രീമായിട്ട് ഫൈറ്റ് ചെയ്തിരുന്ന വ്യക്തികളാണ്. അവരുടെ മൈൻഡിനെ അല്ലെങ്കിൽ ഹാർട്ടിനെയാണ് ഇവിടെ സ്റ്റോൺ എന്ന് പറയുന്നത്, അവരുടെ ഒരു ഡിറ്റർമിനേഷനെ. ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ ലൈഫിന് വന്ന ചലഞ്ചസിന് ഇവരുടെ ഈ ഒരു സ്റ്റോണിനെ, അതായത് ഇവരുടെ ഈ ഒരു ഡിറ്റർമിനേഷനെ ഒരിക്കലും ബ്ലോക്ക് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഇദ്ദേഹം വയലൻസിന് ഏറ്റവും എതിരെയുള്ളൊരു മനുഷ്യനാണ് WB Yeats. അപ്പം ഇത് പറയുന്നത് ആ ഒരു കാര്യത്തിനെയാണ് ഇവിടെ ഈ ഒരു പോയം കൂടുതലും ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു അമ്മ ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ സോഫ്റ്റായിട്ട് ഇങ്ങനെ പാടി ഉണർത്തുന്ന അല്ലെങ്കിൽ കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യുന്നത്, അതുപോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ പോയറ്റിന് അതേ ഒരു ഫീലിംഗ് ആണ് ഇവർ മരിച്ചു കിടക്കുന്നത് അല്ലെങ്കിൽ മരിച്ച വാർത്ത കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഉള്ള ആ ഒരു ഫീലിംഗ് വന്നത്. ഓക്കെ, ദെൻ ഒരു അമ്മ എങ്ങനെയാണോ കരയുന്നത്, ഒരു അമ്മ എങ്ങനെയാണോ വഴക്ക് പറയുന്ന ഒരു കുട്ടി, അതുപോലെയാണ് നമ്മുടെ പോയറ്റ് ഇതിനകത്ത് ഈ റിബൽസിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ മരണത്തിനെക്കുറിച്ച് ആലോചിച്ച്. ഓക്കെ, ദെൻ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനകത്ത് ചോദിക്കുക.